ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് ചെറിയൊരു മിനി വ്ളോഗാണ്. ഞാനൊരു മൂവിക്ക് പോയി. അപ്പോൾ അതിൻ്റെ കുറച്ച് ക്ലിപ്പും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി എഡിറ്റ് ചെയ്ത് ഒരു ചെറിയൊരു വീഡിയോ, ഒരു 10 മിനിറ്റ് ഒന്നുമില്ല, ചെറിയൊരു വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് ഔട്ട്പുട്ട് എങ്ങനെയാവുമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നിങ്ങൾ കണ്ടിട്ട് പോയോ. വൈകുന്നേരത്താണ് പടം, നല്ല വെയിൽ. ഇനി മെട്രോ വരെ നടക്കണം, എന്നിട്ട് പിന്നെ അവിടെ നിന്ന് പോകണം. മിക്സർ റിവ്യൂ വന്നേക്കുന്നത്. ഞാനാണെങ്കിൽ 2 ദിവസം മുന്നേ ട്രെയിലർ കണ്ടിട്ട് ആ ഒരു ഹാങ് ഓവർ കയറി ബുക്ക് ചെയ്തതാ. പക്ഷെ ഇന്നലെ ഞാൻ റിവ്യൂ നോക്കിയപ്പോഴത്തേക്ക് കുറച്ചുപേര് പറയുന്നത് കൊള്ളാം, കുറച്ചുപേര് പറയുന്നത് പടം ബോറാന്ന്, പൈസ പോകുമെന്നുള്ളത് അറിയത്തില്ല. പടം എങ്ങനെ ആവുമെന്നൊന്നും അറിയത്തില്ല. എന്തായാലും പോയി നോക്കാം. നീ അവിടെ മെട്രോയിൽ ചെന്നിട്ട് എൻ്റെ മെട്രോ കാർഡ് മിസ്സായി. അപ്പം എനിക്കിനി പുതിയ മെട്രോ കാർഡ് എടുക്കണം. ഇവിടെ എനിക്ക് പുറത്തോട്ടൊന്നും അധികം പോകാത്തത് കൊണ്ട് മെട്രോ കാർഡിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ എടുക്കാൻ നിന്നില്ല. ഇനി മെട്രോ കാർഡ് എടുക്കണം. അതിന് മെട്രോ സ്റ്റേഷനിൽ ആളുണ്ടെങ്കിൽ അവിടെ കുറച്ച് ടൈം അങ്ങനെ. നല്ല ചൂട് കാറ്റ്. ആക്ച്വലി എനിക്കിങ്ങനെ ഞാൻ പാർക്കിൽ കൂടെ നടക്കുക. അധികം ആൾക്കാരില്ല, എന്നാലും അത്യാവശ്യം ആൾക്കാരുണ്ട്. എനിക്കാണെങ്കിൽ ഭയങ്കര ചമ്മല് ആൾക്കാരുടെ മുന്നിൽ ഇങ്ങനെ ഫോണും പിടിച്ച് സംസാരിച്ച് നടക്കാൻ. അവിടെ ഇവിടെയൊക്കെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ഈ ടൈം ആയതുകൊണ്ട് അധികം ആൾക്കാരില്ല. എന്നാലും ഇങ്ങനെയൊക്കെ ഓരോന്ന് പഠിക്കുന്നു. എനിക്കും ക്യാമറ നോക്കി സംസാരിക്കാൻ ഭയങ്കര പാട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി സംസാരിക്കുന്നത്. വെയില് ഇവിടെ പുറത്ത് ഭയങ്കര ചൂട്, ടെമ്പറേച്ചർ കൂടുതലായതുകൊണ്ട് സൺസ്ക്രീം ഒക്കെ ഇട്ടിറങ്ങിയതാ. സൺസ്ക്രീം ഒക്കെ ഇപ്പോൾ ഒലിച്ചിറങ്ങും. ഇനി ഞാൻ മെട്രോയിൽ കയറിയിട്ട് ബാക്കി ഓക്കെ. ഇവിടുന്ന് കുറേ നടന്നാലേ അങ്ങകത്തെത്തത്തുള്ളൂ. അവിടെ പെട്ടെന്ന് ചെന്നപ്പോഴത്തേക്ക് അവിടെ അധികം തിരക്കില്ലായിരുന്നു. അതുകൊണ്ട് കാർഡൊക്കെ പെട്ടെന്ന് എടുക്കാൻ പറ്റി. പിന്നെ പ്ലാറ്റ്ഫോമിൽ എത്തിയതും കറക്റ്റ് ടൈമായിരുന്നു. ആ സമയത്ത് ഒരു മെട്രോ വന്നു, അതുകൊണ്ട് അവിടെ ഒരുപാട് ലേറ്റ് ആയില്ല. മെട്രോയിൽ അധികം തിരക്കൊന്നും ഇല്ലായിരുന്നു. ഇവിടുന്ന് 2ാമത്തെ സ്റ്റോപ്പിലാണ് എനിക്ക് ഇറങ്ങേണ്ടത്. ചില നേരത്തൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ അകത്ത് കാലുകുത്താൻ പോലും ഉള്ള സ്ഥലം കാണൂല. ഓടിപ്പിടിച്ചങ്ങ് ചെന്നപ്പോഴത്തേക്ക് വിയർത്തെല്ലാം ഒലിച്ച് ഇറങ്ങി. അങ്ങനെ നമുക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പ് എത്തി. ഇവിടെ നിന്ന് കുറച്ച് നടക്കാനുണ്ട്. അവിടെ നിന്ന് നേരെ എക്സിറ്റ് ചെയ്ത് ഇനി ഇതിനകത്തുനിന്ന് ഡയറക്റ്റ് തന്നെ മാളിലോട്ട് നമുക്ക് ഇറങ്ങാനായിട്ടുള്ള എക്സിറ്റ് ഉണ്ട്. അപ്പോൾ പിന്നെ മെട്രോ സ്റ്റേഷൻ്റെ പുറത്തിറങ്ങേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് ഇതിനകത്തോടെ തന്നെ നമുക്കങ്ങ് മാളിൽ കയറാം. അങ്ങനെ അതായത് മാളിലോട്ട് കയറാനുള്ള എൻട്രിയാണ്. ഈ ഒരു ഷർട്ട് കൊള്ളാം അല്ലേ. ഞാൻ ഈ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഇത് ശ്രദ്ധിച്ചത്. വൈറ്റിനകത്ത് പൂവുള്ള നല്ല ഷർട്ട്. അങ്ങനെ മാളിനകത്ത് കയറി. ഞാൻ ബാക്ക് ക്യാമിൽ ഷൂട്ട് ചെയ്ത എല്ലാ വീഡിയോയിലും എൻ്റെ കൈയുണ്ട് ഇങ്ങനെ ആട്ടി പോകുന്നത്. ഇത് അവിടെ ദൂരെ കാണുന്നതാണ് വോക്ക് സിനിമാസ്. ഇവിടെയാണ് നമ്മൾ പടം കാണാൻ വന്നത്. കണ്ട സ്ക്രീനിൽ രജനീകാന്തിനെയൊക്കെ. നമ്മൾ വേറൊരു നാട്ടിൽ വന്നിട്ട് നമ്മുടെ മലയാളം മൂവിയും തമിഴ് മൂവിയൊക്കെ ഇങ്ങനെ വലിയ സ്ക്രീനിൽ കാണുമ്പോഴേ നമുക്കൊരു പ്രത്യേക ഒരു സന്തോഷമാണ്. ഇപ്പോൾ ഇവിടെ പ്ലേ ചെയ്യുന്ന മൂവീസൊക്കെയാണ് ഈ സ്ക്രീനിൽ കാണിച്ചേക്കുന്നത്. ഇവിടുന്ന് നേരെ കയറുമ്പോൾ ഇവിടെയാണ് എൻട്രി. അവിടെ ടിക്കറ്റ് കൗണ്ടറും അല്ലാതെ ഫുഡ് കൗണ്ടറെല്ലാം അവിടെയാണ് വരുന്നത്. ഇവിടെ 2 സൈഡിലും സ്ക്രീനുണ്ട്. റൈറ്റ് സൈഡിലും കുറേ സ്ക്രീനുണ്ട്, ലെഫ്റ്റ് സൈഡിലും കുറേ സ്ക്രീനുണ്ട്. ഐമാക്സ് വരുന്നത് റൈറ്റ് സൈഡിലും 4DX വരുന്നത് ലെഫ്റ്റ് സൈഡിലും. നമുക്ക് പോകുന്നത് റൈറ്റ് സൈഡിലാണ്. 17ാമത്തെ സ്ക്രീനിലാണ് നമുക്ക് പടം ഉള്ളത്. അങ്ങനെ ഞാൻ അകത്ത് പോയി. പിന്നെ ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് പിന്നെ വേറെ ആരും വെയിറ്റ് ചെയ്യാൻ വേണ്ട, ഒന്നും വേണ്ട, ഡയറക്റ്റ് അങ്ങ് പോയി കണ്ടാൽ മതിയല്ലോ. അകത്ത് കയറിയിട്ട് ഞാൻ വീഡിയോയും ഫോട്ടോയൊക്കെ എടുക്കണമെന്ന് കരുതുന്നത്. പക്ഷേ ഞാൻ ചെന്നപ്പോഴത്തേക്ക് ലേറ്റ് ആയതുകൊണ്ട് ഓൾമോസ്റ്റ് ഫുൾ ആൾക്കാരായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല. ഇത് നോക്കിക്കേ, എല്ലാവരും ഉണ്ട് ഒറ്റ ഫ്രെയിമിൽ. ഇത് ഞാൻ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്തതാണ്. ഈ ഒരു സ്ക്രീനിലായിരുന്നു ഞാൻ പടം കാണാൻ കയറിയത്. അങ്ങനെ പടമൊക്കെ കണ്ട് കഴിഞ്ഞ് ഗൈസ്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഞാൻ ഇറങ്ങി. നല്ല പടമായിരുന്നു കേട്ടോ. സൗബിനൊക്കെ പൊളിയായിരുന്നു, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അങ്ങനെ 7:30 ആയപ്പോൾ പടവും കണ്ടിറങ്ങി. പിന്നെ അവിടുന്ന് നേരെ വാഷ്റൂമിൽ പോയി. അവിടുന്ന് കുറേ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ട് എന്നിട്ട് പിന്നെ ഞാൻ എന്ത് ചെയ്യാമെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോൾ കരുതി എന്നാൽ പിന്നെ ഇഷ്ടംപോലെ കടകൾ അവിടെ ഉണ്ടല്ലോ, ചുമ്മാ തെണ്ടിപ്പറക്കിയിട്ടൊക്കെ പതുക്കെ പോവാന്ന് കരുതി. അങ്ങനെ വാഷ്റൂമിലെ കലാപരിപാടിയും കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നേരെ പുറത്തോട്ട് ഇറങ്ങി. അങ്ങനെ നെക്സ്റ്റ് എന്ത് ചെയ്യാന്നുള്ള ആലോചനയിൽ ഒടുവിൽ ചെന്നെത്തിയത് ബുക്ക് സ്റ്റോളിലാണ് ഗൈസ്. അപ്പം ഞാൻ കരുതി എന്നാൽ പിന്നെ റീഡിങ് ഹാബിറ്റൊക്കെ തുടങ്ങാം, ഒരു ബുക്കൊക്കെ വാങ്ങിക്കാം എന്നൊക്കെ കരുതി. പക്ഷെ എത്ര നാൾ കാണുമെന്നുള്ളത് തമ്പുരാൻ അറിയാം.
പക്ഷെ നമ്മളെ കൊണ്ട് പറ്റാത്ത പണിയാണെങ്കിലും നമ്മളൊന്നും നോക്കാതെ കണ്ണു അടച്ചങ്ങ് ഇറങ്ങണമെന്നാണല്ലോ. പിന്നെ അവിടെ ആണെങ്കിൽ ഇൻ്റർമീഡിയറ്റ് ലെവൽ, ബിഗിനേഴ്സ് ലെവൽ എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ ബുക്കൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ഞാൻ ആൻ ഫ്രാങ്കിൻ്റെ ബുക്ക് കണ്ടു കേട്ടോ. പണ്ട് മറ്റേ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ക്ലാസ്സിൽ മറ്റേ ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു, അങ്ങനെ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ബുക്കായിട്ട് കാണുന്നത് ആദ്യമായിട്ട്. റീഡിങ് ഹാബിറ്റ് തുടങ്ങാമെന്ന് കരുതിയിട്ട് ചെന്ന് കയറി കൊടുത്തത് ഇംഗ്ലീഷ് ബുക്കിൻ്റെ ഇടയിൽ, മൊത്തം ഇംഗ്ലീഷ്. അപ്പോൾ പിന്നെ ഞാനാണെങ്കിൽ കരുതി എന്നാൽ പിന്നെ വായിച്ചൊക്കെ നോക്കിയിട്ട് നമ്മളെ കൊണ്ട് വായിച്ച അർത്ഥമൊക്കെ മനസ്സിലാവും എന്നുള്ളൊരു ബുക്ക് എടുക്കാമെന്ന് കരുതി. അങ്ങനെ കുറേ ടൈം എടുത്ത് അവസാനം ഞാൻ ഒരു ബുക്ക് എടുത്ത്. അത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്ക് പിന്നെ നല്ല വിശപ്പായി. അപ്പോൾ പിന്നെ ഒരു ചായയും വാങ്ങിച്ച് ഒരു ചിക്കൻ പപ്സും വാങ്ങിച്ച് തിരിച്ച് മെട്രോയിൽ കയറി. മെട്രോയിലിരുന്ന് അപ്പോഴത്തേക്ക് കുഴഞ്ഞ്. പിന്നെ റൂമിൽ ചെല്ലണം, ഉറങ്ങണം എന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പടമൊക്കെ കണ്ടു കഴിഞ്ഞു. ഇനി നടന്ന് റൂമിലോട്ട് പോട്ട്. ഞാനാണ് റിവ്യൂ ഒക്കെ കണ്ടിട്ടേ പൈസ പോകുമെന്ന് പേടിച്ചിട്ടൊക്കെയാണ് പടത്തിന് പോയത്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്കങ്ങനെ വലിയ രീതിക്ക് ചിലപ്പോൾ ഞാൻ വലിയ പ്രതീക്ഷയൊന്നും വെക്കാതെ പോയോണ്ടായിരിക്കും. ഒരുപാട് പ്രതീക്ഷ വെച്ചിട്ട് പോയവർക്കായിരിക്കും ചിലപ്പം പടം കൊള്ളൂലല്ലോ എന്ന് തോന്നിയത്. ഈ ഒരു ബുക്കാണ് ഞാൻ വാങ്ങിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതുവരെ കണ്ടിരുന്നവർക്ക് ഒത്തിരി താങ്ക്സ്.